സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കാരുണ്യ. എന്നാൽ മാർച്ച് 31 ശേഷം കാരുണ്യ രജിസ്ട്രേഷൻ നിലച്ചു. ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് രോഗികൾ. രജിസ്ട്രേഷൻ പുനരാരംഭിക്കുന്നതിനുള്ള ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടില്ല എന്നാണ് വിവരം. പദ്ധതി പുതുക്കിയില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവരുടെ കാര്യം പ്രതിസന്ധിയിലാകും. മുൻകാലങ്ങളിലേതുപോലെ വൈകിയാണെങ്കിലും സർക്കാർ ഇടപെടും എന്ന പ്രതീക്ഷയിലാണ് രോഗികൾ. സർവ്വസാധാരണക്കാരായ മനുഷ്യരാണ് കാരുണ്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. അതിനെന്തെങ്കിലും തട്ടുകേട് സംഭവിച്ചാൽ അവരുടെ കാര്യം അവതാളത്തിലാകും. സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് സർക്കാരിനെ അലട്ടുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. പലപ്പോഴും നിലച്ചു പോവുകയും പലതവണ നീട്ടുകയും ചെയ്ത പദ്ധതിയാണിത്. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ മാർച്ച് 31 വരെയായിരുന്നു കാലാവധി നീട്ടിയത്. എന്നാൽ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മാസം 17 ആയിട്ടും രജിസ്ട്രേഷൻ പുനരാരംഭിക്കുന്നതിനുള്ള ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടില്ല. 5 ലക്ഷം രൂപയുടെ ചികിത്സയാണ് പദ്ധതിയിലൂടെ സാധാരണക്കാരായ രോഗികൾക്ക് ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ പദ്ധതിയിൽ നിന്നുള്ള വിഹിതവും കാരുണ്യ ലോട്ടറിയിൽ നിന്നുള്ള വരുമാനവും സംസ്ഥാന സർക്കാർ ഫണ്ടും ഉപയോഗിച്ചായിരുന്നു നടത്തിപ്പ്. 364 സ്വകാര്യ ആശുപത്രികൾ, 197 സർക്കാർ ആശുപത്രികൾ, 4 കേന്ദ്ര സർക്കാർ ആശുപത്രികൾ എന്നിവിടങ്ങളിലാണ് ചികിത്സ നൽകിപ്പോരുന്നത്. പദ്ധതി പുനരാരംഭിക്കാത്തതിനാൽ പലരുടെയും ചികിത്സ മുടങ്ങുന്ന അവസ്ഥയാണുള്ളത്. ചികിത്സയ്ക്കായി സ്വന്തം നിലയിൽ പണം കണ്ടെത്തേണ്ടി വരുന്നുമുണ്ട്. അധികനാൾ ഈ സ്ഥിതി തുടരാനാകില്ല. കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി 1000-ലേറെ അപേക്ഷകളാണ് വിവിധ ആശുപത്രികളിൽ നിലവിൽ കെട്ടിക്കിടക്കുന്നത്. വൃക്കരോഗം, ക്യാൻസർ, ഹൃദ്രോഗം, കരൾ രോഗം തുടങ്ങിയ ഗുരുതര അസുഖങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ലഭിക്കേണ്ടതും. പദ്ധതി നിലച്ചതോടെ ഈ രോഗികളുടെ ചികിത്സ വലിയ പ്രതിസന്ധിയിലാണ്. നിലവിൽ 65,000 രോഗികൾ കാരുണ്യ പദ്ധതി വഴി ചികിത്സ നടത്തിവരുന്നുണ്ട്. പദ്ധതി പുതുക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാകും. പദ്ധതി നടപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ് സർക്കാരിനെ കുഴയ്ക്കുന്നത്. നിലവിൽ ആശുപത്രികൾക്ക് 1000 കോടി രൂപയിലധികം കുടിശ്ശിക നൽകാനുമുണ്ട്. മുൻകാലങ്ങളിലേതുപോലെ വൈകിയാണെങ്കിലും സർക്കാർ ഇടപെടൽ പ്രതീക്ഷിക്കുകയാണ് രോഗികൾ. കാലാവധി നീട്ടി നൽകുക മാത്രമാണ് ഏക പ്രതിവിധി. വൈകാതെ അതുണ്ടാകുമെന്ന് കരുതാം. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം.